സമകാലികം. നമ്മളിലേറെ പേരും സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മക്കളുടെ കുസൃതികൾ, മുതിർന്നവരെ അനുകരിക്കുന്ന തരത്തിലുള്ള അവരുടെ വർത്തമാനങ്ങൾ, കൗതുകം നിറഞ്ഞ പെരുമാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഫാമിലി വ്ലോഗ്സിലും ഡേ ഇൻ മൈ ലൈഫിലൂടെയും ഒക്കെ നിരന്തരം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ലൈക്കും കമന്റും കണ്ട് നമ്മൾ പലപ്പോഴും ആത്മനിർവൃതി കൊള്ളാറുണ്ട്. യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് നമ്മുടെ വീട്ടിലെ അലമാരയ്ക്കുള്ളിൽ ആൽബത്തിലിരിക്കുന്ന കുട്ടിക്കാലത്തെ പഴയ ചിത്രങ്ങളോ, അതിപ്പോൾ അർദ്ധനഗ്ന ചിത്രങ്ങളോ മറ്റേതെങ്കിലും രസകരമായ ചേഷ്ടകളോ ആണെങ്കിൽ പ്രത്യേകിച്ചും അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെയാണ് നാം പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും കാലത്ത് മാതാപിതാക്കൾ എല്ലാ കാലത്തേക്കും എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന രീതിയിൽ കുട്ടികളുടെ സ്വകാര്യത പങ്കുവയ്ക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു. കുട്ടിക്കുറുമ്പുകൾ നാട്ടാരെ കാട്ടണോ? ഷെയർ എൻഡിങ് അഥവാ സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രവണത ഉയർത്തുന്ന പ്രശ്നങ്ങൾ. ഷെയർ എൻഡിങ് കുട്ടികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണോ? ഈ പ്രവണതയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറി എവിടെ വരെയാകാം? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വിദഗ്ധർ അഭിപ്രായം പങ്കുവയ്ക്കുന്നു. പണ്ടൊക്കെ വീട്ടിൽ വിരുന്ന് വരുന്നവർക്ക് വീട്ടുകാർ കുട്ടികളുടെ ഫോട്ടോ ആൽബം കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇന്ന് ആ ആൽബം എന്ന് പറയുന്നതാണ് സോഷ്യൽ മീഡിയ. എടവനക്കാട് KPMHS സ്കൂൾ അധ്യാപകനും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ KG ഹരികുമാർ. കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള സ്കാൻ റിപ്പോർട്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കുളിപ്പിക്കുന്നത്, ആദ്യമായിട്ട് നടക്കുന്നത്, ചോറൂണ്, ഉടുപ്പ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫോട്ടോകൾ, ഇതൊക്കെ കണ്ണടച്ച് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. മോൻ ബെഡിൽ മൂത്രം ഒഴിക്കുന്നത് നിർത്തിച്ച കഥയൊക്കെ വിസ്തരിച്ച് പറയുന്ന ചില രക്ഷിതാക്കളെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. കുട്ടിയുടെ ഇത്തരം വീഡിയോ അച്ഛനും അമ്മയും ഒക്കെ ഒരു ദുരുദ്ദേശവും ഇല്ലാതെ ഇടുന്നതാകാം. പക്ഷേ ആ വീഡിയോ അവൻ മുതിർന്ന ഒരാളാകുമ്പോൾ ഇന്റർനെറ്റ് സെർച്ചിൽ പൊങ്ങി വന്നാലോ, അത് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കണ്ടാൽ മകനോ മകൾക്കോ അത് വലിയ നാണക്കേടുണ്ടാക്കിയാലോ നമുക്ക് അന്നത് തിരുത്താൻ പറ്റുമോ? ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ വീണ്ടും പറയട്ടെ. കുട്ടികളുടെ സ്കൂൾ യൂണിഫോം, വീടിനകത്തെ മുറികൾ, വീടിന്റെ ലൊക്കേഷൻ, അവർ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങൾ, ഇവയൊക്കെ പരസ്യമായി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിലൊരു സുരക്ഷാ പ്രശ്നമുണ്ട്. അറിഞ്ഞുകൊണ്ട് നമ്മളൊരു വയ്യാവേലി വലിച്ചു വെക്കരുത്. ഒരു കുട്ടി മുതിർന്നു വരുമ്പോൾ അവൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള അവന്റെ പഴയകാല ചിത്രങ്ങളോ വീഡിയോകളോ ഇന്റർനെറ്റിൽ ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് പോലെ ഇങ്ങനെ കിടക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെയാണ് ബാധിക്കുന്നത്. പലപ്പോഴും സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കാം കുട്ടികളുടെ പല പോസ്റ്റുകളും രക്ഷിതാക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ വരുന്ന മോശം കമന്റുകൾ കുട്ടികളെ മാനസികമായി തന്നെ തളർത്തിക്കളയും. സ്വന്തം വിവരങ്ങൾ ഡിജിറ്റൽ ലോകത്ത് പങ്കുവെക്കണോ വേണ്ടയോ എന്നൊന്നും തീരുമാനിക്കാനില്ലാത്ത പ്രായത്ത് അവരുടെ സമ്മതമില്ലാതെ വിവരങ്ങൾ പൊതുവിടത്തിൽ വരുന്നത് ഭാവിയിൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് നമ്മുടെ നാട്ടിൽ വലിയ അഡ്വർടൈസ്മെന്റ് ബോർഡിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യണ്ട എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കണം. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കുട്ടികളുടെ ചില ഫോട്ടോകൾ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നോട് ചോദിക്കാതെ എൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒരിടത്തും പോസ്റ്റ് ചെയ്യരുതെന്ന് ഇന്ന് കുട്ടികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് ഒരു കക്ഷിയുടെ ഇൻസ്റ്റാ വീഡിയോസ് വളരെ ട്രെൻഡിങ് ആയല്ലോ. കക്ഷി ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോകളാണ് അതിലുള്ളത്. നല്ലൊരു മെലഡിയും ആസ്വദിച്ചിരുന്ന് പൊരിച്ച മീനൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു ചേട്ടൻ. പലരും അതിനെ അനുകരിച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ 7ാം ക്ലാസ്സുകാരനായിട്ടുള്ള മകൻ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തു. ഒരു പാട്ടൊക്കെ ചേർത്ത് ഞാനിത് സ്റ്റാറ്റസ് ഇടാൻ പോണേണെന്ന് ചുമ്മാ അവനെ വിളിച്ചു പറഞ്ഞു. അവൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? വേണ്ടച്ചാ, അതെൻ്റെ കൂട്ടുകാർ കണ്ടാൽ അതും ഇതും പറഞ്ഞെന്നെ എപ്പോഴും കളിയാക്കും. നോക്കൂ, നമുക്ക് കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരമൊരു വീഡിയോ. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നതാണ് പ്രശ്നം. വേറെയും അപകടങ്ങൾ ഇത്തരം ഷെയറിങ്ങുകൾക്കുണ്ട്. ഈ മറ്റു കുട്ടികളുടെ നേട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ സ്വന്തം മക്കളെ അനാവശ്യമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് മാതാപിതാക്കൾ മുതിരാറുണ്ട്. രക്ഷിതാക്കൾ സ്വന്തം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെയാണെന്ന് ഇതിന് കാരണമൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കുട്ടിയുടെ സ്വകാര്യതയോ സുരക്ഷയോ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. നമുക്ക് കിട്ടുന്ന ലൈക്കിനേക്കാളും വളരെ വളരെ വലുതാണ് മക്കളുടെ സുരക്ഷയും സ്വകാര്യതയും എന്ന ബോധ്യം ഓരോ രക്ഷിതാവിനും ഉണ്ടായിരിക്കണം. വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ നമ്മളെക്കാളും ഒരു പടി മുന്നിലാണ്. അവിടെയൊക്കെ കുട്ടികളുടെ ഡിജിറ്റൽ അവകാശങ്ങളെക്കുറിച്ച് വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയതാണ്. പോസ്റ്റ് ബിഫോർ യു പോസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അച്ഛനോടോ അമ്മയോടൊപ്പം ഔട്ടിങ്ങിന് പോകുന്ന ഒരു കുട്ടിയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്.
ഒരു പെൺകുട്ടി. അവളെ കാണുന്ന ഒരു പരിചയം പോലും ഇല്ലാത്ത പലരും പേര് വിളിച്ച് അവളോട് സംസാരിക്കാൻ വരുന്നു. അവളുടെ ഫുട്ബോൾ കളിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. അവർക്ക് വലിയ പേടി തോന്നി. ഇവര് സോഷ്യൽ മീഡിയയിൽ കുട്ടിയെക്കുറിച്ചിട്ട പോസ്റ്റുകൾ കണ്ടവരാണ് കുട്ടിയോട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക. ഇതാണ് ആ വീഡിയോ നമുക്ക് നൽകുന്ന മെസ്സേജ്. സോഷ്യൽ മീഡിയയിൽ മക്കളുടെ ഫോട്ടോയും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ അത് മക്കളുടെ സ്വകാര്യതയോ സുരക്ഷയോ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. മക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായാൽ അവരുടെ ചിത്രം പങ്കുവെക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുന്നത് ഒരു നല്ല ശീലമായിരിക്കും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ കൺസെന്റ് എന്നോ മറ്റോ പറയാം. ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് തന്നെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാം. അവിടെ നമ്മളായിരിക്കണം കുട്ടികൾക്ക് മാതൃകയാകേണ്ടത്. ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗം വന്നപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള സമൂഹവുമായിട്ട് നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നു, നമ്മുടെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവസി ആയതുകൊണ്ടും ഉണ്ടാകാവുന്ന കൺസേണുകൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അശ്വതി ശ്രീകാന്ത്. ഞാനും കുട്ടികളുടെ ഫോട്ടോയും അങ്ങനെയുള്ള നല്ല സന്തോഷമുള്ള മൊമെന്റ്സും ഒക്കെ ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നത്, ഒന്ന്, നാളെ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ ഒരു എംബാരസ്മെന്റ് ഫീൽ ചെയ്യുന്ന കണ്ടന്റ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ തമാശയെന്ന് തോന്നുന്ന അവരുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് അച്ഛനും അമ്മയും മാത്രമേ കാണുന്നുള്ളൂ എന്ന് വിചാരിച്ച് അവർ കാണിക്കുന്ന ടാൻഡ്രംസ്, അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മളത് അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ ഷോക്ക് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരെ നാളെ ഇതിന്റെ പേരിൽ സുഹൃത്തുക്കളോ ചുറ്റുമുള്ള ആളുകളോ കളിയാക്കുന്ന സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ലോങ് ടൈം ഇമ്പാക്ട് കൂടി ആലോചിച്ചിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്ത് കണ്ടന്റ് ആണെങ്കിലും നമ്മൾ ഓൺലൈനിൽ ഷെയർ ചെയ്യാൻ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടെയുള്ള പല ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്ത് പോവാറുണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഈ ചുറ്റുപാടും ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ പോലും സുരക്ഷിതരല്ല എന്നുള്ള ആ ഒരു സ്പേസിൽ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഷെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഡാർക്ക് വെബുകളിൽ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ചെറിയ തോതിലാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ അത്ര നമ്മൾ കെയർലെസ് ആയിട്ടായിരിക്കും ഒരു വീട്ടിൽ നടക്കുന്ന, ഒരു ഉടുപ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയപ്പർ മാത്രമായിട്ട് നടക്കുന്ന വീഡിയോസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുപോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ത് ഷെയർ ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ ആരൊക്കെ ആയിരിക്കും ഇത് കാണാൻ കാത്തിരിക്കുന്നത്, അത് ഉണ്ടാക്കാൻ പോകുന്ന ലോങ് ടൈം ഇമ്പാക്ട്, നാളെ കുഞ്ഞിനെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യും, ഇമോഷണലി ആണെങ്കിലും കുഞ്ഞിനെ എങ്ങനെ എഫക്ട് ചെയ്യും നമ്മൾ അവരെ കുറിച്ചൊരു കാര്യം ഷെയർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും പങ്കുവെക്കാൻ എന്നാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയില് കുട്ടികളുടെ കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഷെയറിങ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കുട്ടിയെ കാണിച്ചുകൊണ്ടോ കാണിക്കാതെയോ വീട്ടിൽ നടന്ന എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യുന്നതായിട്ടും ആ കാര്യത്തിൽ നിന്നും ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യുന്നതായിട്ടും ധാരാളം കണ്ടന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പേരന്റിംഗ് കോണ്ടന്റ് ക്രിയേറ്ററും സൈക്കോളജിസ്റ്റുമായ സ്വാതി ജഗദീഷ്. ഞാനും സിമിലർ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന ആളാണ്. ഇപ്പം പറ്റാറില്ല, ബിക്കോസ് ഇപ്പോൾ കുട്ടിക്ക് അതിൽ താല്പര്യമില്ല അത്രയും. പക്ഷെ എപ്പോഴെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള റീലോ മറ്റോ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു സൈഡിൽ നമ്മൾ കാണുന്ന ടൈപ്പ് കണ്ടന്റുകൾ എന്ന് പറയുന്നത് കുറച്ച് അൺഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ചില ടാൻട്രംസും അല്ലെങ്കിൽ കരച്ചില് അല്ലെങ്കിൽ അവരെ കുറച്ച് ഷെയിംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പോലും ആവാം, അതൊക്കെ ഷെയർ ചെയ്യുന്നത് കുറച്ച് അൺഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം കുട്ടികളുടെ ഒരു വൾണറബിലിറ്റി നമ്മൾ വെളിയിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും സേഫ് സ്പേസ് എന്ന് വിചാരിച്ചാണ് ആ ഒരു വൾണറബിലിറ്റി നമ്മളോട് അവർ കാണിക്കുന്നത്. ആസ് പേരൻസ് അല്ലെങ്കിൽ ആസ് കെയർ ഗിവേഴ്സ് നമ്മുടെ അടുത്ത് ആ ഒരു സൈഡ് അവർ കാണിക്കുന്നത് ഞാൻ സേഫ് ആണ് ഇവിടെ എന്നുള്ള ഒരു ബോധത്തോടെയാണ്. അപ്പൊ അവരെ നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ആ കുട്ടികൾക്ക്. സോ അങ്ങനെ ഒരു ധാരണ ഇല്ല, ആ ഒരു ഏജ് വന്നിട്ടില്ല, അതിനുള്ള ഒരു കൺസെന്റ് കൊടുക്കാനുള്ള ഒരു പ്രായം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. കുറെ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രയൽ ആൻഡ് എററിൽ കൂടെ പഠിച്ച കാര്യങ്ങളാണ്. അല്ലാതെ ആരും നമുക്കൊരു ട്രെയിനിങ് തന്ന് ഇന്നതിന്നതേ പോസ്റ്റ് ചെയ്യാവുള്ളൂ, ഇന്നതിന്നതേ പറയാവുള്ളൂ, ഇന്നത് പറയാൻ പാടില്ല, ഇന്നത് കാണിക്കാൻ പാടില്ല എന്നൊന്നും നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പേരന്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ പോലും ഒരു മാനുവലോ ഒരു ഹാൻഡ് ബുക്കോ ഇല്ലാത്തപ്പോൾ പേരന്റിംഗ് ഇൻ ദ ഡിജിറ്റൽ എറ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു മാനുവലോ ഒരു ഹാൻഡ് ബുക്കോ ഇല്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേക്കഡായിട്ട് കുട്ടികളെ കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചില പേരൻസ് കുട്ടികൾ കുളിക്കുന്നത്, സമ്മറിൽ വാട്ടർ പ്ലേ ചെയ്യുന്നതൊക്കെ ഇത് ചെയ്യുമ്പോൾ കമന്റുകളിൽ ഞാൻ കാണാറുണ്ട്. ചില പേരൻസ് അല്ലെങ്കിൽ ചില ആളുകൾ അത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാറുണ്ട്. അയ്യോ കുട്ടികളുടെ ഇങ്ങനെ ഒരു ഹാഫ് നേക്കഡായിട്ടോ ഫുൾ നേക്കഡായിട്ടോ ഇടല്ലേ, ഇത് പോർണോഗ്രാഫിക് കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കണ്ടന്റുകൾ നമ്മളാണ് കുട്ടികളെ ഭയങ്കരമായിട്ട് സെക്ഷുവലൈസ് ചെയ്യപ്പെട്ട സ്റ്റെപ്പുകൾ അവര് എന്താ പറയാ ചെയ്യുന്നത് കാണാം ഡാൻസിൽ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴും കമന്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മോശപ്പെട്ട കമന്റുകൾ കാണാൻ പറ്റും, എന്ത് ഭംഗിയാ കുട്ടിയെ കാണാനല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പോ എന്ത് ഇന്റൻഷനിലാ പറയുന്നതെന്നുള്ളത് നമുക്ക് ആ കമന്റ് വായിക്കുമ്പോൾ അറിയത്തില്ലല്ലോ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ചില അക്കൗണ്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ധാരാളം കണ്ടന്റുകൾ അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു സെക്ഷലൈസ്ഡ് സ്റ്റെപ്സ് അല്ലെങ്കിൽ കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ്സിങ് അങ്ങനെയൊക്കെ കണ്ടിട്ട് ആൻഡ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചിലപ്പം എന്താ പറയാ 7000 പേര് സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കാരണം എനിക്കും പേരന്റിങ് കണ്ടന്റ് ആയതുകൊണ്ട് എത്ര പേര് ഈ കണ്ടന്റ് സേവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. അപ്പം ഒരു 7000 പേര് 10000 പേരൊക്കെ സേവ് ചെയ്തു എന്ന് പറയുന്നത് കാണുമ്പോൾ അവരാ സേവ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, ആരാണ് ഈ സേവ് ചെയ്യുന്ന ആളുകള്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്കൊരു മാനുവൽ ഇല്ല, ഹാൻഡ് ബുക്ക് ഇല്ല എന്നതുകൊണ്ട് തീർച്ചയായും ഡിസ്കഷൻ വേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. പേരന്റിങ്ങിനും നമുക്കൊരു മെത്തഡോളജി എങ്ങനെയാണെന്നുള്ളതില്ല, ഡിജിറ്റൽ വേൾഡിൽ എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത്, ഗാഡ്ജറ്റുകൾ ഉള്ള ഒരു വേൾഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള ക്ലാരിറ്റി നമുക്കില്ല. അതിപ്പം ആസ് അഡൾട്ട്സ് നമുക്ക് എത്ര പേർക്ക് ഇത് അറിയാം, എന്തൊക്കെ കണ്ടന്റുകൾ നമ്മൾ ഇടുന്നുണ്ടെന്നുള്ളത്, ഫോർ എവർ അവിടെ കിടക്കാൻ പോകുന്ന സാധനമാണെന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഫോട്ടോ ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും അത് ആക്സസിബിൾ ആണെന്നുള്ള കാര്യങ്ങളോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ബുള്ളിങ്ങോ ഹരാസ്മെന്റോ സെക്ഷലി ഇംപ്ലിസിഡ് ആയിട്ടുള്ള മെസ്സേജുകൾക്ക് വരുമ്പം എന്താ പറയാ സൈബർ കേസൊക്കെ ആക്കിയിട്ടുണ്ട്. പലതും ഞാൻ കംപ്ലൈന്റ് ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷമൊക്കെ ഭയങ്കര പാടാണ് ഇതൊക്കെ. ഇതിനകത്ത് കയറുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി സ്റ്റെപ്പുകൾ ഉള്ള ഒരു കാര്യമാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു നല്ലൊരു മാനുവലോ ഒരു നല്ലൊരു ഡിസ്കഷനോ ആ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കലോ ഒക്കെ ധാരാളം വേണ്ടിയതാണ്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ പ്രോപ്പർട്ടിയല്ല, അവർ വളരെ സ്വതന്ത്രരായ വ്യക്തികളാണ്. മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പലും ജീവിത നൈപുണ്യ പരിശീലകയുമായ ഡോക്ടർ മേരി മെറ്റിൽഡ. കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ആവശ്യമുള്ള കാര്യങ്ങളിൽ. സോഷ്യൽ മീഡിയ അത്ര ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. അതിൽ കുഞ്ഞിൻ്റെ അനുവാദമില്ലാതെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കുഞ്ഞായിരിക്കുമ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായം അവർക്ക് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങൾ വളരെ യുണീക്കാണ്. അവർ ഓരോരുത്തരും ഒരുപാട് വ്യത്യസ്തതകളുള്ളവരാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ വളർത്താൻ ആഗ്രഹിച്ച് അതുപോലെ ശ്രമിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണല്ലോ. ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല, അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് പലപ്പോഴും ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കും. റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്കൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിൽ മിസ്ബിഹേവ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ വല്ലാതെ നെഗറ്റീവായിട്ട് മാതാപിതാക്കൾ അവരോട് പെരുമാറിയെന്ന് വരും. അവരെ കൺട്രോളിലാക്കാൻ, അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെന്ന് വരും. കാരണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ഇമേജ് പോലെ കുഞ്ഞ് പെരുമാറിയില്ലെങ്കിൽ അതൊരു തീർച്ചയായിട്ടും ഒരു അഭിമാന പ്രശ്നമായിട്ട് മാതാപിതാക്കൾ കാണും. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടി എന്നൊരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും അവർക്ക് ഭാരമായിട്ട് മാറാറുണ്ട്. അതുപോലെ ഒരു സംഗതി സോഷ്യൽ മീഡിയയിലും സംഭവിക്കുന്നത് കാണാറുണ്ട്. കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് വരുന്ന പ്രത്യേകിച്ചും കൗമാരക്കാരായ കുട്ടികളിൽ ധാരാളം ഇത് റിലേറ്റ് ചെയ്ത് ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ചൈൽഡ് ഫാമിലി ആൻഡ് അഡോളസൻസ് കൗൺസിലർ CBA. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് സ്നേഹം കൊണ്ടാണെങ്കിലും അത് അവർക്ക് ഭാവിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാതാപിതാക്കൾ ആരും തന്നെ ഒരു വലിയ കാര്യമായി എടുക്കാറില്ല, അല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാനസികാഘാത പ്രശ്നങ്ങൾ അവരിൽ കൂടി വരുന്നത്. സെലിബ്രിറ്റികളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അതേ ശ്രദ്ധ നമുക്ക് കിട്ടും എന്നുള്ള മാതാപിതാക്കളുടെ ഒരു ചിന്ത കൂടി ഇതിലുണ്ട്. കുഞ്ഞുങ്ങളെ വെറും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും സ്വാഭാവികമായ വളർച്ചയും ഒക്കെ ആസ്വദിക്കുന്നതിന് പകരം അതെങ്ങനെ റീലാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു നൈസർഗികമായ വളർച്ച അല്ലെ സർഗാത്മകതയാണ് നമ്മൾ നശിപ്പിക്കപ്പെടുന്നത്.
ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കുകയും അനുഭവിക്കലും ഒക്കെയാണ്. അതിനു പകരം ഇത് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് തീർക്കലല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ബാല്യം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. സ്വന്തം മൂല്യം ലൈക്കും കമന്റുകളിലൂടെയും അളക്കുന്ന ഒരു ഡിജിറ്റൽ നാർസിസിസം പോലുള്ള പ്രശ്നങ്ങൾ വളർന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇടുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളും ഫിൽറ്ററുകളും ഒക്കെയാണ്. അപ്പോൾ അത് ഒരു തെറ്റായ സൗന്ദര്യ സങ്കല്പങ്ങൾ കൂടി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുകയാണ്. അപ്പം നിറത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ ഒക്കെ ഉള്ള ഒരു കമ്പാരിസൺ വരുന്നു. പിന്നെ വെളുപ്പാണ് എല്ലാത്തിൻ്റെയും അളവുകോൽ എന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ വളരെ ശക്തമായി ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില്ലാത്ത എനിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വന്തം ശരീരത്തെ വെറുക്കുന്ന ബോഡി ഡിസ്മോർഫിയ പോലുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ കാണാം. അതൊരു വല്ലാത്ത തരം മാനസികാവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാറുണ്ട്. പിന്നെ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ, എപ്പോഴും വീഡിയോ എടുക്കുന്നു, എപ്പോഴും അത് ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഇതിന്റെ ലൈക്ക് വന്നോ കമന്റ് വന്നോ, അങ്ങനെ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ അത് അവരിൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ഈ ആങ്സൈറ്റി അവരുടെ പഠനത്തെ, അവരുടെ വളർച്ചയെ, മറ്റുള്ളവരുമായി ഇടപെടലുകളെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സ്വന്തം അനുവാദമില്ലാതെ എൻ്റെ സ്വകാര്യത മറ്റുള്ളവരുടെ മുന്നിൽ വിൽക്കപ്പെട്ടു എന്ന് മുതിരുമ്പോൾ കുഞ്ഞ് തിരിച്ചറിയുകയാണെങ്കിൽ അത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തെ സാരമായി മുറിവേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരം കൗൺസിലിംഗ് കേസുകളും ഇപ്പോൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. മറ്റൊരു ഭയാനകമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ സൈബർ വേട്ടക്കാരാണ്. സൈബർ പ്രെഡേറ്റേഴ്സ് എന്ന് പറയും. ചില വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും താഴെ വരുന്ന കമന്റുകൾ പോലും ഈ സൈബർ പ്രെഡേറ്റേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പഠനം, സുഹൃത്തുക്കൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മറ്റു പലതരത്തിലുള്ള സ്കില്ലുകൾ, ഷെയറിങ്, കെയറിങ്, ഇവയ്ക്കൊക്കെ പകരം ഞങ്ങളെന്തോ വ്യത്യസ്തരാണെന്നുള്ള ഒരു ചിന്തയിലൂടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ പഠന വൈകല്യം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റുള്ളവരിൽ നിന്ന് അവർ ഒറ്റപ്പെടുന്നു. ഒരു ഐസൊലേഷൻ കുഞ്ഞുങ്ങളിൽ ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ അവരുടെ മാനസിക വളർച്ചയെ ദോഷകരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൗലികാവകാശവും കുട്ടികൾക്കുമുണ്ട്. സ്വകാര്യത അതിൽ പരമപ്രധാനമാണ്. ഇന്റർനെറ്റിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും ഇക്കാലത്ത് നിർദോഷമായ ഓരോ പോസ്റ്റും ഷെയറിംഗ് പോലും നാം വിചാരിക്കാത്ത രീതിയിലാവാം ക്രയവിക്രയം ചെയ്യപ്പെടുക. കുട്ടികളെ സ്നേഹിക്കണം, അവരുടെ കുട്ടിത്തവും കുറുമ്പുകളും ആസ്വദിക്കണം. പക്ഷെ അത് അതിർത്തികൾ അറിഞ്ഞു വേണം കൈമാറാൻ. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പ് പോലെയല്ല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും. സോഷ്യൽ മീഡിയ എന്ന നാൽക്കവലയിലെ വിൽപ്പനച്ചരക്കാവരുത് കുഞ്ഞുങ്ങളുടെ നിമിഷങ്ങൾ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഹസീന KI. സമകാലികം.